മലപ്പുറം മുന്നിയൂരിൽ യുവതിയെ പീഡിപ്പിച്ചതിനു പിന്നാലെ പരാതിക്കാർക്ക് നേരെ പ്രതിയുടെ വധഭീഷണി. പീഡന പരാതി നൽകിയ അതിജീവിതയുടെ കുടുംബത്തെയാണ് പ്രതി ഭീഷണിപ്പെടുത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയായ തിരൂർ സ്വദേശി അബ്ദുൾ അസീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നാണ് പരാതി. അതേസമയം കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ലെന്ന് അതിജീവിതയുടെ പിതാവ് ആരോപിച്ചു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി അതിജീവിതയുടെ കുടുംബ സുഹൃത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ഇരുട്ടിൻ്റെ മറവിലും രാത്രിയിലൊക്കെ സമയത്തൊക്കെ കാണുമ്പോൾ അതും വേറെ സാധായിട്ടൊക്കെ കാണുമ്പോൾ കരഞ്ഞ് കാല് പിടിച്ചിട്ട് വരെ വെറുതെ വിടില്ല. അത് ആലോചിച്ച് വെക്കാൻ മതി കേട്ടോ. എന്തിനും മടിയില്ലാത്തവന് കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യും. അപ്പോൾ ഭീഷണിപ്പെടുത്തില്ല, അയച്ച് മനസ്സിലാക്കി വെച്ചോ. പിന്നെ അത് ഞാൻ എന്താ പറയുക, ഒരുപാട് കേസും ഗുരുമാലും കാപ്പപ്രതിയും ഉണ്ടാക്കിയിട്ടും ഇതൊക്കെ അടിച്ചിട്ട് നടക്കുന്ന ആളാണ്. മനസ്സിലായോ? ഏതായാലും ഇന്നത്തോടെ ലോകം അവസാനിക്കൂല. മനസ്സിലായോ? പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഒന്ന് രണ്ടാളും മൂന്നാളൊന്നുമില്ല. ഇത് അങ്ങാടി കിടന്ന് കളിക്കുന്ന കളിയില്ല, അതൊരു നെറ്റ്വർക്കാണ്. തക്കതായ നടപടി എടുക്കണം. ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഇവിടെ ഇങ്ങനത്തെ ക്രിമിനലുകൾ വളർന്നു വന്നാൽ ഇതുവരെയായിട്ട് പോലീസുകാർ അവൻ്റെ ഫോട്ടോസോ അവൻ്റെ കേസോ ഇതുവരെയായിട്ട് ഒരു ചാനലിൽ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. ഇത് പോലീസുകാർക്ക് ഇതുകൊണ്ട് എന്താ ലാഭം എന്ന് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇതുപോലത്തെ ക്രിമിനലുകൾ ഒരിക്കലും വളർന്നു വരരുത്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിന് നമുക്ക് ഇതായിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളിവിടെ എന്തൊരു വൈരാഗ്യം പോലെ. തിരൂർ സ്റ്റേഷൻ പരിധിയിൽ പുതിയങ്ങാടി എന്ന സ്ഥലത്താണ് ആദ്യം ഇയാൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ തിരൂർ പുല്ലൂരാലി എന്ന സ്ഥലത്താണ് പുതിയ താമസം 1 വർഷമായിട്ടുള്ളത്. ഇയാൾ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വോയിസ് ആയിട്ട് ഞാൻ കാപ്പ കേസിലെ പ്രതിയാണെന്നും തല ഇറക്കുമെന്നും വീട്ടിൽ കയറി അതിക്രമിക്കുന്നു, ഭാര്യയും മക്കളെയും കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങിയ ആളെ സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെയും ഇല്ലാണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പ്രതി. ഇതിനു മുമ്പും സമാനമായ കേസിലെ പ്രതിയാണ് അദ്ദേഹം. കാപ്പ കേസ് അടക്കം കിട്ടിയിരുന്ന അയാൾ തന്നെ സമ്മതിക്കുന്ന വോയിസ് എൻ്റെ കൈവശമുണ്ട്. ഈ പ്രതി 2 ഫോണുകൾ പിടിച്ചെടുത്ത് ഈ കുട്ടിയുടെ നെക്ട് ഫോട്ടോസും വീഡിയോസും ഈ പ്രതി പകർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ ഫോൺ FSLന് അയച്ചിട്ട് അത് വെരിഫൈ ചെയ്യണം. ഒരു പ്രേക്ഷക പറയുന്നു, ബീന സി ബീന, നമുക്ക് ഇവനെ അങ്ങ് തട്ടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അബ്ദുൾ അസി എന്ന് പറയുന്ന കക്ഷി കാപ്പ കേസ് പ്രതിയാണ്. അയാൾ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഇതുവരെ പ്രേക്ഷകർ ഈ കാപ്പ കേസ് ഗുണ്ടകൾ വിളിച്ച് വരട്ടുന്നത് കേട്ടിട്ടില്ലേ? ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കാം. എന്താണ് പറയുന്നത്? എത്ര സൗമ്യമായിട്ടാണ് പറയുന്നത് അല്ലേ? പക്ഷെ പറയുന്നതിനകത്ത് ഇരുട്ടിൻ്റെ മറവിലും രാത്രിയിലൊക്കെ സമയത്തൊക്കെ കാണുമ്പോൾ അതും വേറെ സാധായിട്ടൊക്കെ കാണുമ്പോൾ കരഞ്ഞ് കാല് പിടിച്ചിട്ട് വരെ വെറുതെ വിടില്ല. അത് ആലോചിച്ച് വെക്കാൻ മതി കേട്ടോ. എന്തിനും മടിയില്ലാത്തവന് കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തും ചെയ്യും. അപ്പോൾ ഭീഷണിപ്പെടുത്തില്ല, അയച്ച് മനസ്സിലാക്കി വെച്ചോ. പിന്നെ അത് ഞാൻ എന്താ പറയുക, ഒരുപാട് കേസും ഗുരുമാലും കാപ്പപ്രതിയും ഉണ്ടാക്കിയിട്ടും ഇതൊക്കെ അടിച്ചിട്ട് നടക്കുന്ന ആളാണ്. മനസ്സിലായോ? ഏതായാലും ഇന്നത്തോടെ ലോകം അവസാനിക്കൂല. മനസ്സിലായോ? പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഒന്ന് രണ്ടാളും മൂന്നാളൊന്നുമില്ല. ഇത് അങ്ങാടി കിടന്ന് കളിക്കുന്ന കളിയില്ല, അതൊരു നെറ്റ്വർക്കാണ്. ഒന്ന് ആലോചിക്കുക, ലൈംഗിക പീഡനം അങ്ങാടിയിലൊരു നെറ്റ്വർക്കാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഈ അബ്ദുൾ അസീം പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് ഭീഷണിപ്പെടുത്തലായിട്ടൊന്നും കണക്കാക്കണ്ട എന്നുള്ളതാണ്. അയാൾ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇനിയൊക്കെ ജാമ്യം കിട്ടാനുള്ള അവസരവും കൂടി ഇതോടുകൂടി അടഞ്ഞു. അപ്പോൾ നമുക്കൊപ്പം ഇപ്പോൾ മുബഷീറുണ്ട്. മുബഷീർ, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണോ? കാപ്പ കേസിലൊക്കെ പെട്ടിരിക്കുന്ന, കാപ്പ ചുമത്തിയിരിക്കുന്ന കക്ഷിയാണോ ഈ അബ്ദുൾ അസീം? എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഇയാൾ? മുബഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കാപ്പ കേസ് പ്രതിയാണെന്നുള്ളത് അബ്ദുൾ അസീം തന്നെ പറയുന്നുണ്ട്. ആ കുടുംബത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ താൻ കാപ്പ കേസ് പ്രതിയാണ്, തനിക്ക് ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ പുത്തരിയല്ല, നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ആളുകൾ പല കേസുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തല്ലിയിട്ടുണ്ട്, പക്ഷേ തന്നെ തല്ലിക്കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ ഇഴഞ്ഞു വന്നുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ പ്രതിയായിട്ടുള്ള അബ്ദുൾ അസീം പറയുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നിയൂർ പഞ്ചായത്തിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഈ മൂന്നിയൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അവിടെയുള്ളൊരു യുവതിയെയാണ് ഇയാൾ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നത്. പീഡിപ്പിച്ചതിന് ശേഷം, ഈ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ഇയാൾ മൊബൈലിൽ പകർത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാട്ടിയാണ് പിന്നീട് യുവതിയെ ഭീഷണിപ്പെടുത്തി പിന്നീട് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ യുവതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഏകദേശം 7 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഈ പ്രതിയായിട്ടുള്ള അബ്ദുൾ അസീം കവർന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം പല രീതിയിൽ യുവതിയെയും കുടുംബത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു, ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. തൊട്ടു പിന്നാലെ യുവതി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ പോലീസിനുണ്ടായി എന്നുള്ളത്
ആ യുവതിയുടെ പിതാവ് പരാതി നൽകിയ ആളുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല, പിന്നീടാണ് കേസെടുക്കുന്നത്. ഈ പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ഈ പരാതി കൊടുക്കുന്നതിന് വേണ്ടി കുടുംബത്തെ സഹായിച്ച ഈ പരാതിക്കാരുടെ കുടുംബ സുഹൃത്ത് കൂടിയായിട്ടുള്ള വ്യക്തിയെ ഈ പ്രതിയായിട്ടുള്ള അബ്ദുൾ അസീം ഭീഷണിപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രതി വളരെ ലാഘവത്തോടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് രാത്രിയുടെ മറവിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെ പ്രതി പറയുന്നുണ്ട്. കാപ്പ കേസ് പോലെയുള്ള ഗുണ്ടാക്ട് പോലെയുള്ള നിരവധി കേസുകൾ തനിക്കെതിരെയുണ്ട്, തനിക്കിതൊന്നും തന്നെ പുത്തരിയല്ല എന്ന് പറയുന്നുണ്ട്. ഈ പരാതി കൊടുത്ത വ്യക്തിയുടെ വീട് എവിടെയാണെന്നറിയാം, അവിടെ എത്തി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് താൻ എന്നുള്ളതാണ് പ്രതി പറയുന്നത്. ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു അബ്ദുൾ അസീമിനെ ആ പീഡന കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഇത് പുത്തരിയല്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത ആളുകളെ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. സംരക്ഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പോലീസ് സംരക്ഷിക്കണം. പിന്നെ അബ്ദുൾ അസീം സ്ഥലം മാറിപ്പോയി, ഇത് കേരളമാണ് അബ്ദുൾ അസീമെ. അപ്പോൾ ഒരു പ്രേക്ഷകർ പറയുന്ന പോലെ കാപ്പ കിട്ടിയ പ്രതിക്ക് ഇപ്പോൾ കുറ്റകൃത്യം പേടിയില്ലെങ്കിൽ അത് നമ്മുടെ നിയമനിർമ്മാണം അല്പം കൂടി കാര്യക്ഷമമാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷന് കാര്യങ്ങൾ എളുപ്പമായി. അബ്ദുൾ അസീം ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കും, ഈ ശബ്ദ റെക്കോർഡ് അങ്ങോട്ട് കൊടുക്കും. ജാമ്യത്തിൽ വിട്ടാൽ ഇതാണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിജീവിതയുടെ കുടുംബത്തിന് ഇയാൾ ഭീഷണിയാണ്, ജാമ്യത്തിൽ വിടണ്ട എന്ന് പറയും. സുപ്രീം കോടതിയിൽ പോയാലും ചേട്ടന് ജാമ്യം